ഞാനും ചേച്ചിയും അമ്മുവും കൂടെ ഞങ്ങൾ കോഴിക്കോട് വന്നു കേട്ടോ. എനിക്കിന്ന് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മരുന്ന് നമ്മുടെ അവിടെ ഇല്ല. അപ്പോൾ കോഴിക്കോട് നിന്ന് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഞായറാഴ്ചയല്ലേ ലീവും. അപ്പോൾ ഞങ്ങൾ ഒന്ന് കറങ്ങി പോവാന്ന്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഇതുവരെ മാനാഞ്ചിറ ഇതിൽ കണ്ടിട്ടില്ല, ഇവിടെ കയറിയിട്ടില്ല. അപ്പം ചേച്ചിനോട് പറഞ്ഞപ്പോൾ ചേച്ചി എപ്പോഴും വരുന്നതാണ്, ചേച്ചീൻ്റെ വീട് ഇവിടെയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന്. അങ്ങനെ ഞാനും ചേച്ചി അമ്മും കൂടെ താണ്ട മാനാഞ്ചിറ ഇറങ്ങിയതാണ്. എന്നാണ് മാനാഞ്ചിറ കുളം, പിന്നെ കുറേ കാണാനുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല സുഖമാണ്. നല്ല വെയിലിന് നല്ല ചൂടും കാലാവസ്ഥയാണെങ്കിലും ഇവിടെ നല്ല തണുപ്പാണ്, നല്ല കാറ്റുണ്ട്. കുളത്തിലതാണ്ടോ നോക്കിയേ, അടിപൊളിയായിട്ട് വെള്ളം. ഇത് രസമാണ് കാണാനില്ലേ. അങ്ങ് അതിലേ ബസ് പോകുന്നുണ്ട്. അണ്ണാൻ പോകുന്നുണ്ട് അതിൽ. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറേ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പം മൊത്തം പിടിക്കാൻ ഫോണെന്തോ സ്റ്റോറേജ് ഫുൾ എന്തോ ആണ് കാണിക്കുന്നത്. ഇപ്പം എനിക്കതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനും ഒന്നിനും പറ്റുന്നില്ല. ഫോണാകെ നാശമായിപ്പോയി. ഇനി എപ്പോഴാണ് ഒരു ഫോണും പുതിയത് വാങ്ങിയാലേ എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ചെയ്ത് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്ത. ഇതിപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ വീഡിയോ കാണാം. അപ്പം അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഇടാം. അപ്പോൾ വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഞാൻ കുറേ ആയിട്ട് വീഡിയോ ചെയ്തില്ല. എന്തായാലും ഒന്ന് പിടിച്ചിട്ട് നോക്കട്ടെ വീഡിയോ പോകുമെന്ന്. പക്ഷെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട്. എനിക്ക് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഫോണ് എന്നെ അതിന് അനുവദിക്കുന്നില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ ഒന്നൊരു അരമണിക്കൂറൊന്ന് നിന്ന് വെയിലിൻ്റെ ചൂട് കുറച്ച് കുറയുന്നതോടെ വരെ ഞങ്ങൾ ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നുള്ളൂ. ഇന്ന് എന്തായാലും സന്ധ്യയായിട്ട് സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. കാരണം എനിക്കിനി അടുത്ത ഇഞ്ചക്ഷൻ എടുക്കേണ്ട രാത്രിയാണ്. അപ്പോൾ വീട്ടിൽ പോയി വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലും നല്ല നമ്മൾ ഇവിടെ സമയം ചിലവഴിച്ചിട്ട് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ സമയമാകുമ്പോൾ പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ചേച്ചിക്കാണെങ്കിലും ഇന്ന് വേറെ എവിടെയും പോകാനില്ല. ചേച്ചി ഇന്ന് ഷോപ്പ് തുറന്നിട്ടില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കങ്ങനെ കൂടാനും. അപ്പം ഞാനും കൊച്ചും ചേച്ചിയും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇപ്പം ഇത്ര വിശേഷമുള്ളൂ. ഇനി ഞങ്ങൾ ബീച്ചിൽ പോകുമ്പോൾ അടുത്ത വിശേഷം പറയാം കേട്ടോ. ബൈ ബൈ.